Hello everyone, welcome to EASYSNACKS. എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമ്മൾ ഈസി സ്നാക്സിലെ ചിക്കൻ ബാർബിക്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒത്തിരി നാളായിട്ട് ചോദിക്കുന്ന ഒരു റെസിപ്പിയാണ്, ചിക്കൻ ബാർബിക്യൂ ചെയ്യുന്ന റെസിപ്പി എന്ന് വെച്ചിട്ട്. പക്ഷെ എനിക്ക് വളരെ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നൊരു റെസിപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് അനീഷനെ പറ്റി അറിഞ്ഞത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അനീഷനാണ് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ ബാർബിക്യൂ എങ്ങനെ ചെയ്യുമെന്ന് എൻ്റെ ഹസ്ബൻഡും അനീഷനും കൂടിയാണ് ഇന്ന് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും അപ്പോൾ കാണാം. ചിക്കൻ ബാർബിക്യൂ ഒക്കെ എന്നിട്ട് വീട്ടിൽ ഈസ്റ്ററിനൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോയിട്ട് എങ്ങനെയാണ് ചിക്കൻ ബാർബിക്യൂ ഉണ്ടാക്കണേന്ന് നോക്കാം. ഹായ്, വെൽക്കം ടു ഈസി സ്നാക്സ്. ഇന്ന് അനീഷേട്ടനും ഞാനും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വൈഫ് ഓൾറെഡി പറഞ്ഞില്ലേ, അനീഷേട്ടൻ എന്ന് പറഞ്ഞ ആളിതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അനീഷേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ഹായ്, വെൽക്കം ടു ഈസി സ്നാക്സ് അനീഷേട്ടാ. അനീഷേട്ടൻ നാട് എവിടെയാണ്? തൃശ്ശൂർ പുത്തഞ്ചിറ. അനീഷേട്ടൻ ഇപ്പൊ ഖത്തറിൽ വന്നിട്ട് എത്ര നാളായി? ഒരു വർഷമായി. ഇന്ന് നമ്മള് ചിക്കൻ ബാർബിക്യൂ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനെന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ ഇപ്പൊ അനീഷേട്ടൻ? ചിക്കൻ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ അനീഷേട്ടൻ, അപ്പൊ നമ്മളിപ്പോ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് അല്ലേ? ഇത് എങ്ങനെയാ അനീഷേട്ടൻ കഴുകി റെഡി ആക്കിയിരിക്കുന്നതിന് വേണ്ടിട്ട്? ഇത് ഇപ്പൊ ചിക്കൻ കഴുകി വരഞ്ഞ് കട്ട് ചെയ്ത് വെച്ചേക്ക. സ്കിന്ന് കളയാണ്ട് ചെയ്തേക്കണം. ഇത് ചതക്കി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ വരഞ്ഞു വെച്ചിട്ടുള്ളൂ. ചതക്കുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ കഴുകി വൃത്തിയാക്കി ഫുൾ ചിക്കൻ ആണല്ലോ എടുത്തിരിക്കുന്നത്. ഫ്രോസൺ ചിക്കൻ ആയിരുന്നു തോന്നുന്നു അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇനി മസാല തേക്കുന്നത് നോക്കാം. അനീഷേട്ടാ, അപ്പൊ എന്തോരം പച്ചമുളക് ഉണ്ട്? ഒരു 10-25 പീസ് മുളകുണ്ട്. വെളുത്തുള്ളി 4 പീസ്, 4 കുടം വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി. ഇഞ്ചി ഏകദേശം 150 ഗ്രാം ഉണ്ട്. നമ്മളിതിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിന് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കാൻ പോവാണ്. അനീഷേട്ടാ, ഇപ്പൊ അരച്ചു കഴിഞ്ഞു അല്ലേ? ഇപ്പൊ എങ്ങനെയായിട്ട് ഇപ്പൊ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി കൂടി പേസ്റ്റ് ചെയ്തതാ. നല്ലോണം അറിഞ്ഞിട്ടുണ്ടല്ലേ? ഇത് നല്ലോണം അറിയാതിരുന്നു കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടല്ലേ? നല്ലോണം പേസ്റ്റ് ആവണം. അപ്പിക്ക് ഉണ്ടാക്കാനുള്ള മസാല റെഡിയാക്കാൻ പോകുന്നു. ആദ്യം നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ആണല്ലോ ഇടുന്നത്? അതെ. ഓക്കെ, അതിലേക്ക് 5 ടീസ്പൂൺ മുളക് പൊടി. 10 കോഴിക്ക് ഏകദേശം 5 ടീസ്പൂണാണ് ഇടുന്നത്. നമ്മൾ ഒരു വീട്ടിലേക്ക് 2 കോഴി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വീട്ടിലേക്കൊക്കെ ഉണ്ടാക്കുമ്പോ 1 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി അല്ലേ? 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ തൈര്. വലിയ കയ്യില് 2 കയ്യിൽ എടുത്തിട്ടുണ്ടല്ലോ നമ്മള്. അനീഷേട്ടാ, ഇപ്പൊ നമ്മള് ഫസ്റ്റ് അരച്ചു വെച്ച പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, 5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ ഉപ്പ്, 2 വലിയ കയ്യില് തൈര് ഇട്ടിട്ടുണ്ട്. ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് വേറെ എന്തെങ്കിലും ചേർക്കാനുണ്ടോ? മസാലയുണ്ട്. കസൂരി മേത്തി ചേർക്കുന്നുണ്ടല്ലേ? അതെന്തോരാ ചേർക്കുന്നത്? അത് ആവശ്യത്തിന് കുറച്ച്. ഏകദേശം 2 ടീസ്പൂണോളം നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് ചിക്കൻ മസാല. അനീഷേട്ടനെല്ലാം കൈയളവാണ്. അപ്പൊ നമുക്ക് ചാനലിൽ കാണിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് അനീഷേട്ടൻ ഇങ്ങനെ ടീസ്പൂണൊക്കെ വെച്ച് ചെയ്യുന്നത്. ഏകദേശം ഇപ്പൊ ചിക്കൻ മസാല നമ്മൾ എന്തോരം ഇട്ടു? ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോ എന്താ ചേർക്കുന്നത് നമ്മള്? ഇത് മാംഗോ പൗഡർ അല്ലേ? ഇത് ഒരു 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. സോയാ സോസ് ആണ്. ഓക്കെ, ഒരു 2 വലിയ ടേബിൾ സ്പൂൺ. ഇനി ഇത് മിക്സ് ചെയ്യാം. ബാർബിക്യൂനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അതിൽ ഇത്തിരി കൂടി ടേസ്റ്റിന് വേണ്ടി തന്തൂരി മസാല 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമ്മുടെ മസാല ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. അപ്പൊ മസാല റെഡി ആക്കി കഴിഞ്ഞപ്പോ അനീഷേട്ടൻ പറയുന്ന ഒരു കാര്യം, ഈ ക്യാമറ ഒക്കെ കണ്ടപ്പോ അനീഷേട്ടൻ ചില കാര്യങ്ങളൊക്കെ മറന്നുപോയെന്ന് പറയുന്നുണ്ട്. അപ്പൊ അനീഷേട്ടൻ അതിന് വേണ്ടിട്ട് നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നാരങ്ങ ഇടാൻ മറന്നുപോയിരുന്നു. അപ്പൊ 2 നാരങ്ങയാണ് നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്ന മസാലയില്. ഇപ്പൊ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ പിടിപ്പിക്കാം.
അപ്പൊ നമ്മുടെ മസാലയൊക്കെ റെഡിയാക്കി അനീഷേട്ടൻ അത് പരട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ മേക്കൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അനീഷേട്ടൻ നമ്മളിത് എത്ര ടൈം ഫ്രിഡ്ജിൽ വെക്കും? ഒരു ദിവസം. അപ്പൊ ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളെ ഇത് ചെയ്യാൻ പോകുന്നത് 24 hours നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നല്ലോണം തേച്ച് പിടിപ്പിക്കുന്നുണ്ടല്ലോ മൊത്തം. ഓക്കെ, ഓരോ ചിക്കനും എടുത്ത് ഇങ്ങനെ ചെയ്ത് റെഡി ആക്കിയിട്ട് നമ്മൾ വെക്കും. അനീഷേട്ടൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10 ചിക്കൻ നമ്മൾ ഇതേപോലെ മസാലയൊക്കെ തേച്ച് റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പൊ അനീഷേട്ടൻ 10 ചിക്കനും മസാല എല്ലാം തേച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. അപ്പൊ നമ്മൾ ഇന്നലെ വെച്ച ചിക്കൻ ഇപ്പൊ എടുക്കാൻ പോവാണ്. ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞു. ഇന്നലെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാണ് 10 ചിക്കൻ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ അതെടുത്ത് ചുടാനുള്ള പരിപാടിയിലേക്ക് സെറ്റപ്പിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ നമ്മളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ തീയും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഗ്രില്ലാക്കാനായിട്ട് നമ്മുടെ ഈ സ്റ്റാൻഡിലേക്ക് വെക്കുകയാണ്. നമ്മൾ വെക്കുന്നത് അല്ലേ, ഒരു ഫുൾ ചിക്കൻ അങ്ങനെ തന്നെയാണ് ഇതിൽ വെക്കുന്നത്. നമ്മള് ഇതിലിപ്പോ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ചേർത്തിട്ടുണ്ടോ? നമ്മള് ഇന്ന് ഒന്നും ചേർത്തിട്ടില്ല. അപ്പൊ നമ്മള് നിങ്ങൾ തിരിച്ചും മറിച്ചും വെച്ച് വേവിച്ചാൽ മതി. ഇതിന്റെ വേവൊക്കെ അറിയാൻ പറ്റും നമുക്ക്. എന്റെ കളർ കുറച്ച് മാറി നോക്കിയാൽ മതി. പലിശയുടെ ഏതാണ്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ സംഭവം. അപ്പൊ ഇനി ലാസ്റ്റ് ചാറ്റ് മസാലയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളിത് ഇതെങ്ങനെ ചേർക്കണ്ടേ? ഇതിന് ജസ്റ്റ് തൂവി കൊടുത്താൽ മതി അല്ലേ? അപ്പൊ നമ്മുടെ ബാർബിക്യൂ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ബാർബിക്യൂ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാണ്, പാത്രത്തിലേക്ക് പകർത്താണ്, എന്നിട്ടാണ് സെറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ. നമ്മുടെ ചിക്കൻ ബാർബിക്യൂ റെഡി ആയിട്ടുണ്ട്. അനീഷേട്ടൻ അത് സെറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല തക്കാളി, സവാള, മയണൈസ് ഒക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് റെഡി ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറയാം. അടിപൊളി, ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റും. 10 ചിക്കനാണ് ഉണ്ടാക്കിയത്. അപ്പൊ വീടുകളിൽ നമുക്ക് 1 ചിക്കനോ 2 ചിക്കനൊക്കെ ഉണ്ടാക്കി നോക്കാം. അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളുടെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ ബൈ.